തെന്മല റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിന്നൊരു ട്രിപ്പ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ട്രെയിനിലാണ് ട്രിപ്പ് പോണത്. ചെങ്കോട്ടയിലോട്ടാണ് നമ്മൾ ട്രിപ്പ് പോണത്. അപ്പോൾ നമ്മൾ പോവേണ്ട ട്രെയിൻ കാത്ത് വയ്ക്കുകയാണ് 2:30 മാത്രം. ഇതാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം. അധികം തിരക്കില്ലാത്ത ഒരു ചെറിയ സ്റ്റേഷനാണ്. അധികം വൈകാതെ തന്നെ നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഏകദേശം 2:30 ആയപ്പോൾ തെന്മല റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മൾ ട്രെയിനിൽ കയറി. 5 മിനിറ്റ് മാത്രമേ ഇവിടെ ട്രെയിനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. കയറാനും ഇറങ്ങാനും കൂടുതൽ ആൾക്കാരില്ലായിരുന്നു. ട്രെയിന് പാരലായി NH 744 കൊല്ലം ചെങ്കോട്ടെ റോഡ് കാണാം. കണ്ടു തീരും മുമ്പ് തന്നെ ട്രെയിൻ ടണലിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഫസ്റ്റ് ടണൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അധികം താമസിക്കാതെ തന്നെ ഈ റൂട്ടിലെ അട്രാക്ഷനായ കണറ പാലത്തിലേക്ക്. കൈനട്ടിയിലാണ് 100ഓളം വർഷം പഴക്കമുള്ള 13 ആർച്ച് പാലം സ്ഥിതി ചെയ്യുന്നത്. 13 കമാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ 13 കണ്ണാറ പാലം എന്ന് പേര് വന്നത്. ഇതൊരു ബ്രിട്ടീഷ് വാസ്തുവിദ്യയാണ്. 2 കുന്നുകളെ യോജിപ്പിക്കുന്ന പാലമാണ്. ഏകദേശം 100 അടി ഉയരമുണ്ട്. തെന്മല കഴിഞ്ഞ് ആദ്യത്തെ സ്റ്റേഷൻ വരുന്നത് കഴുതുരുട്ടിയാണ്. ആ വിഷ്വൽസ് നമുക്ക് മിസ്സായിപ്പോയി. ഈ കാണുന്നത് ഇടപ്പാളം സ്റ്റേഷൻ. ഇത് 2ാമത്തെ സ്റ്റേഷനാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിൻ യാത്രയും തിരുവിതാംകൂറിലെ ആദ്യത്തെ ട്രെയിൻ പാതയും ഇതാണ്. ആദ്യകാലങ്ങളിൽ ഇത് മീറ്റർ ഗേജ് ആയിട്ടാണ് നിലവിൽ വന്നത്. ഈ അടുത്ത കാലത്തിലാണ് ബ്രോഡ് ഗേജ് ആയിട്ട് വന്നത്. ഇപ്പോൾ ഇതാ ഇലക്ട്രിക് വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 1904 ജൂലൈ 4-നാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനാണ് ബ്രിട്ടീഷുകാർ ഇത് ഉപയോഗിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും കേരളത്തിലും ഈ പാതയിൽ കൂടെയാണ് വന്നത്. റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അവിടെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. ഒരു 3 മിനിറ്റ് ട്രെയിൻ അവിടെ നിർത്തിയിട്ട് പുറപ്പെട്ടു.
ദൂരെയാണ് നമ്മുടെ യാത്ര. കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടായതുകൊണ്ട് ട്രെയിനിന് 2 എഞ്ചിനുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ട്രെയിൻ വളരെ സാവധാനമായിട്ടാണ് പോകുന്നത്. തെന്മലയിൽ നിന്നും ചെങ്കോട്ടയ്ക്ക് 30 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. 6 സ്റ്റേഷനിൽ അപ്പുറമാണ് ചെങ്കോട്ടൈ. മിക്കപ്പോഴും ഈ റൂട്ടിൽ യാത്രക്കാർ ചെങ്കോട്ട വഴി നന്നേ കുറവായിരിക്കും. നമ്മൾ പോയപ്പോൾ നമ്മുടെ ബോഗിയിൽ ആകെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. ഈ ട്രെയിൻ മധുര ഗുരുവായൂർ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് ആര്യങ്കാവ് ടണൽ. ഇതിന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തമിഴ്നാട്ടിലെത്തും. ഈ ടണലാണ് കേരളത്തിലെ ലോങ്സ്റ്റ് റെയിൽവേ ടണൽ. ഈ കാണുന്നതാണ് തമിഴ്നാട് ബോർഡറിലെ എസ് വളവ്. കൂടി ഭൂപ്രകൃതി ആകെ മാറി. ഇവിടെ നിരന്ന പ്രദേശങ്ങളും കൃഷിയിടവും ആണ്. ഇപ്പോൾ ട്രെയിൻ ഭഗവതിപുരം എത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ കുറച്ചു നേരം നിർത്തിയിട്ടിരുന്നു. അടുത്ത ട്രെയിന് പാസ് ചെയ്യാനാണ്. ഈ ട്രെയിൻ നമ്മൾ വന്ന റൂട്ടിലൂടെ ഗുരുവായൂരിലേക്ക് പോകുന്നതാണ്. ഭഗവതിപുരത്തിന് ശേഷം നമ്മൾ ട്രെയിനിന്റെ സ്പീഡ് നന്നായി കൂടി. നെക്സ്റ്റ് സ്റ്റേഷൻ നമുക്ക് ഇറങ്ങേണ്ട ചെങ്കോട്ടൈ സ്റ്റേഷനാണ്. സ്ലോ ആയി അത് നമ്മുടെ പ്ലാറ്റ്ഫോം ട്രാക്കിലേക്ക് കയറുകയാണ്. ചെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷൻ. റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ഗുഡ്സ് ട്രെയിന് കാണാം.
യാത്ര ചെയ്തപ്പോൾ കണ്ട ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ട്രെയിനിന് വിട പറഞ്ഞു. ഇവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്ത് ബസ് സ്റ്റേഷനിലേക്ക്. ഇതാണ് സെൻകോട്ടയം ബസ് സ്റ്റേഷൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ബൈ ബൈ.